ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ബ്ലോഗാണ്. ഇന്നുവരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ നിരത്തുകളിലും കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ടൂ വീലറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനമാണ് റോയൽ എൻഫീൽഡ്. ആ റോയൽ എൻഫീൽഡിൻ്റെ പഴയകാല വിൻറ്റേജ് വണ്ടികളും പഴയകാല മെക്കാനിക്കുകളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പരയാണ് ഞാനിത് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ നാട്ടുകാരനും തിരുവല്ലയിൽ വർക്ക്ഷോപ്പും നീരേറ്റുപുറത്താണ് അദ്ദേഹത്തിൻ്റെ വീട്, അവിടെയുണ്ട് അദ്ദേഹത്തിന് വർക്ക്ഷോപ്പ്. പഴയകാല വിൻറ്റേജ് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ഏറ്റവും കൂടുതൽ റിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ ഒരു പഴയ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പറഞ്ഞ ഒരുപക്ഷെ ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും സമൂഹത്തിലുമെല്ലാം അദ്ദേഹം അറിയപ്പെടുന്ന റോക്കി കുഞ്ഞുമോൻ എന്നാണ്. അദ്ദേഹത്തിന് ബുള്ളറ്റിനോടുള്ള അമിതമായ ഇഷ്ടവും സ്നേഹവും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിന് നാട്ടുകാരിട്ട പേരാണ് റോക്കി കുഞ്ഞുമോൻ. ഇന്നും അദ്ദേഹം പഴയകാല വാഹനങ്ങളെ റിപ്പയർ ചെയ്യുവാനും ഓടിക്കുവാനും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പഴയകാല ബുള്ളറ്റ് പ്രേമിയും മെക്കാനിക്കുമാണ് അദ്ദേഹം. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയാണ്, അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നതിനും വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പഴയകാല വണ്ടിയെപ്പറ്റിയും പഴയകാല ഓർമ്മകളെ പറ്റിയും ഒക്കെ പറയാനുള്ളത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. റോക്കി കുഞ്ഞുമോൻ മേശിയുടെ വീട്ടിലെത്തി ഞാൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പണിത് വെച്ചിരിക്കുന്ന പഴയ വിൻറ്റേജ് വണ്ടികളാണ് ഇതൊക്കെ. ഒരുപാട് വണ്ടികളുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് ഇരിപ്പുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടിയാണ്. ഇതിപ്പം മകനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പഴയ വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ആ തുടക്കം തന്നെ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ആകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നീരേറ്റുപുറത്തിനടുത്തുള്ള കുഞ്ഞുമോൻ മേശിരിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് പഴയകാല ബൈക്കിനെ പറ്റിയും ഇപ്പോഴത്തെ ബൈക്കിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രത്തെ പറ്റിയും ഒന്ന് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം മേശിരി, നമ്മുടെ ബുള്ളറ്റ് പ്രേമികൾക്ക് ഞാനൊരു പുതിയ ഒരു പരമ്പര ഇപ്പം തുടങ്ങുകയാണ്. അപ്പോൾ ആ പരമ്പരയിൽ നമുക്ക് പഴയ വണ്ടികളും പുതിയ വണ്ടികളെ പറ്റിയും മേശിരിയുടെ പഴയ ചരിത്രങ്ങളെ പറ്റിയും എത്ര വർഷമായി ഫീൽഡിൽ വന്നിട്ടുള്ളതിനെ പറ്റിയുള്ള ഒന്ന് വിശദീകരിച്ചു കൊടുക്കാമോ? കൊടുക്കാമല്ലോ. അപ്പം പേരും സ്ഥലവും നമ്മുടെ ലൊക്കേഷനൊക്കെ ഒന്ന് പറയാമോ? നീലേറ്റുപുറം അമിച്ചഗിരി. അപ്പോൾ നമ്മുടെ ഇപ്പം വീട് വർക്ക്ഷോപ്പ് നിൽക്കുന്ന സ്ഥലമല്ല അത് തന്നെയല്ലേ? വർക്ക്ഷോപ്പ് തിരുവല്ലയിലാണ്, സ്വന്തം വീട് നീലേറ്റുപുറത്താണ്. അമിച്ചഗിരിയിലാണ് വീട്. വീട്ടിലും വണ്ടി പണിയുന്നുണ്ട്. പിന്നെ തിരുവല്ലയിലാണ് എൻ്റെ ഹെഡ് ഓഫീസ്. അവിടെ നമ്മുടെ തിരുവല്ലയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മായയുടെ ഓപ്പോസിറ്റ് ആണ്. അവിടെയാണ് വർക്ക്ഷോപ്പ് സ്ഥാപിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര വർഷമായി ഈ മേഖലയിൽ വന്നിട്ട്? ഞാൻ വന്നിട്ട് എൻ്റെ 15ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ മേഖലയിൽ ഇറങ്ങിയത്. 15ാമത്തെ വയസ്സിലാണ്. അപ്പം അവിടെ തൊട്ട് ഇങ്ങോട്ട് ഒരു ഉദ്ദേശം എത്ര വണ്ടി വല്ലതും പണിതിട്ടുണ്ടോ? എത്രായിരം വണ്ടി പണിതിട്ടുണ്ടെന്ന് വല്ലതും? ഇതിനെക്കുറിച്ച് ഉദ്ദേശം നമുക്ക് പറയാനൊക്കെ, എങ്കിലും ഒരു ന്യായമായിട്ട് ഒരു നല്ല രീതിയിൽ വണ്ടി പണിതിട്ടുണ്ട്. എൻ്റെ ഒരു അറിവനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു 10,500 വണ്ടി മേളിൽ പണിതിട്ടുണ്ട്. നമ്മുടെ പഴയകാല വിൻറ്റേജ് ബുള്ളറ്റ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കാലത്തെ ബുള്ളറ്റുകളൊക്കെ ഇപ്പൊ ഒരുപാടുണ്ടല്ലോ. ഉണ്ട്, ഇഷ്ടം പോലെ. അതിന്റെ പണി ഇഷ്ടം പോലെ വരുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും നമുക്ക് ചെയ്യാനൊരു ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ വിൻറ്റേജ് വണ്ടിയാണ്. നമുക്ക് നല്ല ഇഷ്ടത്തിന് പണിയാനും നമ്മുടെ ഇഷ്ടത്തിന് പണിയാനുള്ള ഒരു രീതി വരുന്നത് വിൻറ്റേജ് ബുള്ളറ്റ് ആണ്. നമുക്ക് പണിയാനുള്ള താല്പര്യവും പിന്നെ എന്താ പറയാ, പണിതാൽ വൃത്തിയാകുന്ന വണ്ടിയും കസ്റ്റമേഴ്സിനോട് താല്പര്യമുള്ളതും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഈ വിൻറ്റേജ് വണ്ടി. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു വണ്ടിയാണ് ബുള്ളറ്റ്. അപ്പൊ നമ്മുടെ പിന്നെ കുഞ്ഞുമേശ്വര ആദ്യത്തെ ഗുരു ആരായിരുന്നു എന്ന് പറയാമോ? എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറഞ്ഞ ശിവരാമേശ്വരി എന്ന് പറഞ്ഞ ഒരാളാണ്. എൻ്റെ എട്ടാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് എനിക്ക് സ്പാൻഡർ പിടിക്കാൻ തന്ന ഒരു മനുഷ്യൻ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. ഇപ്പോഴും ആ പുള്ളിയുടെ ജീവിതത്തിൽ ആ പുള്ളിയോടുള്ള സ്മരണ ഇപ്പോഴും നിലനിന്ന് പോകുന്നു. എനിക്ക് ആ മനുഷ്യനാണ് ആദ്യമായിട്ട് സ്പാൻഡർ പിടിക്കാൻ തന്നെ. ഒരു കത്തോലിക്കരുടെ അച്ഛൻ വന്നപ്പോൾ എൻ്റെ അടുത്ത്, എൻ്റെ വീട് മുത്തൂർ തന്നെയായിരുന്നു, ശിവരാമേശ്വരിയുടെ വീടും വർക്ക്ഷോപ്പ് മുത്തൂരായിരുന്നു. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു ദിവസം ശിവരാമേശ്വരി പറഞ്ഞു, മോനെ നീ ഇതിൻ്റെ കാർബേറ്ററിങ് അഴിച്ചു. ഞാൻ എൻ്റെ സ്പാൻഡർ തന്ന ഇഞ്ച് കണക്ക് സ്പാൻഡർ ആയിരുന്നു അന്ന് 12-13 ഒന്നുമില്ല, ഇഞ്ച് കണക്കായിരുന്നു. ആ സ്പാൻഡർ ഞാൻ മേടിച്ച് 2 കാർബേറ്റർ അഴിച്ച് ശിവരാമേശ്വരിയെ കൊടുത്തു. അങ്ങനെ ഗുരുദർശനമായിട്ട് തന്നത് ശിവരാമേശ്വരിയാണ്. അന്ന് നമുക്ക് അഭിമാനമുണ്ട്. ചത്തും മരിച്ചു മേളിൽ നിൽക്കുന്നു എന്നിവരിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ലൊരു ഗുരുത്വം ഇപ്പോഴും ഉണ്ടല്ലേ? അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ട് ഇപ്പോഴും. തീർച്ചയായിട്ടും.
കേരളത്തിന് വെളിയിൽ ജോലി ചെയ്തിട്ടുണ്ടോ? ഞാൻ സിക്കിമിലായിരുന്നു. സിക്കിമിലെ ശരിക്കും പറഞ്ഞാൽ ഈ ശിവരാമേശ്വരിയുടെ കാലഘട്ടം ആശാൻ തന്നു, സ്പാനർ തന്നു. അത് പിന്നെ അങ്ങ് പോയി. പിന്നെ എൻ്റെ കൂട്ടുകാരൻ സിക്കിമിന് എന്നെ കൊണ്ടുപോയി, 15ാമത്തെ സിക്കിമിന് കൊണ്ടുപോയി. അവിടെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുന്ന. പക്ഷെ അന്നും നമുക്ക് ഇതിനോട് ഭയങ്കര കമ്പമാണ്. എവിടെ ബുള്ളറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഈ ആനയുടെ പുറത്ത് പോകുന്ന പോലെ ഇതിൻ്റെ പുറത്ത് പോകുന്നത്. ആ ഒരു ആഗ്രഹം അന്ന് നിലനിന്നപ്പം കോട്ടയത്തുള്ള ഒരു പുള്ളി വന്ന് അവിടെ സിക്കിമി ഗാൻഡോക്കിൽ വർക്ക്ഷോപ്പ് തുടങ്ങി. അവിടെ 79 മുതൽ പുള്ളിയുടെ കൂടെ നിന്ന് വർക്ക്ഷോപ്പ് പണി പഠിച്ചു. 87 തിരിച്ചു വന്ന് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് തുടങ്ങി. അത് SNDPയുടെ അവിടെ ആയിരുന്നു. 90 മുതൽ തിരുവല്ല ഇപ്പോഴത്തെ നമ്മുടെ മഹാലക്ഷ്മിയുടെ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ നമ്മുടെ ഈ ബുള്ളറ്റിനോട് അങ്ങനെയാണോ ഒരു വലിയൊരു കമ്പം തോന്നുന്നത്? തീർച്ചയായിട്ടും എനിക്ക് അന്ന് മുതലേ ബുള്ളറ്റിനോട് ഭയങ്കര കമ്പം എന്ന് പറഞ്ഞാൽ, ബുള്ളറ്റ് എതിലൂടെ പോയാലും ഞാൻ നോക്കുമായിരുന്നു. കാരണം ഈ ആന മണി അടിച്ചു പോകുന്ന പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ ആനയെ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബീറ്റിംഗ് കേൾക്കുമ്പോൾ നമുക്കറിയാം താണ്ട ബുള്ളറ്റ് വരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ബുള്ളറ്റിനെ സംബന്ധിച്ച് ബുള്ളറ്റായിട്ട് എടുക്കാനൊക്കത്തില്ല. പക്ഷെ വിന്റേജ് വണ്ടി എന്ന് പറഞ്ഞാൽ വിന്റേജ് വണ്ടി തന്നെയാണ്. അതിന് നമുക്ക് അംഗീകരിക്കാനൊക്കത്തില്ല. പിന്നെ ഇത് കൂടാതെ ഇപ്പൊ ഈ ബുള്ളറ്റ് അല്ലാതെ മറ്റേ ഏതൊക്കെ വാഹനങ്ങൾ? ഞാൻ എല്ലാ വണ്ടിയും ഈ അവിടുന്ന് സിക്കിമിൽ നിന്ന് വന്നു കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ പണിതിരിക്കുന്ന SD, ബുള്ളറ്റ്, ചേതക്ക്, ഈ 3 വണ്ടിയായിരുന്നു സിക്കിമിലുണ്ടായിരുന്നത്. ആ 3 വണ്ടിയോടായിരുന്നു നമ്മൾ കൂടുതലും താല്പര്യപ്പെട്ടത്. പിന്നെ ഇടക്കാലം കൊണ്ട് SD കംപ്ലൈൻറ്റ് മറ്റേ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി കഴിഞ്ഞപ്പോൾ പിന്നെയും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിന് വണ്ടി ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് എല്ലാം എടുത്തുകൊണ്ട് വന്ന് പണിയുന്നുണ്ട്. പക്ഷെ പണിയുന്നുണ്ടെങ്കിൽ തന്നെയും ഇവനെ വെല്ലാനായിട്ട് ജീവിതത്തിൽ വേറൊരു വണ്ടിയേ ഇല്ല. കാരണം ഇന്നിപ്പോ നമ്മുടെ വേൾഡിൽ തന്നെ പഴകും തോറും വില കൂടുന്ന അതെ. ഇപ്പോഴും തന്നെ ഇപ്പൊ നമുക്ക് വണ്ടി പഠിത്തമുണ്ട്. MRX ഉണ്ട്, സുസുക്കിയെ, എല്ലാ വണ്ടിയും നമ്മൾ ഇപ്പൊ MRX 2 പണിയാനുണ്ട്. അത് ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പണിത് കൊണ്ടുപോയി ഒന്ന് പണിയാനായിട്ട് എല്ലാം റെഡി ആയിരിക്കണം. ഒന്ന് എടുത്തോണ്ട് വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മുടെ മെമ്മറി കിടക്കുന്ന ഒരു കാര്യങ്ങളാണ്. നമുക്ക് പണിയാനുള്ള ഒരു തൻ്റെ ഇടമുണ്ട്, ചെയ്യാം എന്നുള്ളത്. പിന്നെ ഏത് ബുള്ളറ്റിനോടായാലും നമ്മുടെ ഇപ്പം ഒരുപാട് മോഡൽ ബുള്ളറ്റ് ഇറങ്ങിയിട്ടുണ്ട്. 1901 തൊട്ട് ഇഷ്ടം പോലെ അതിൽ ഏറ്റവും കൂടുതൽ പണിയാൻ ഇഷ്ടം തോന്നിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ നമുക്ക് പണിയാനുള്ള ഒരു 89, 90, 91 കാലഘട്ടത്തിലെ വണ്ടിയാണ് ഏറ്റവും ബെസ്റ്റ് വണ്ടി. നല്ല പണിയാൻ നമുക്ക് നമ്മുടെ മൈൻഡിൽ കയറുന്ന ഒരു വണ്ടി ആ ഒരു കാലഘട്ടത്തിൽ 89, 88, 89, 90, 91 കാലഘട്ടത്തിൽ. പക്ഷെ 92 മുതൽ വ്യത്യാസപ്പെട്ടു പോയി. മോഡലുകൾക്ക് വ്യത്യാസം, അതായത് വേറെ ലെവലായി. പക്ഷെ ഏറ്റവും നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ 88, 89, 90, 91 കാലഘട്ടത്തിലെ വണ്ടിയാണ് ഏറ്റവും സൂപ്പർ വണ്ടി. പണിതാൽ ഞാൻ പിടിക്കുന്നിടത്ത് നിൽക്കുന്ന സാധനമാണ് ബുള്ളറ്റ് അല്ലേ? പിന്നെ കുഞ്ഞുമേശ്വരിക്ക് നല്ല ഒരു ശിഷ്യഗണം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഒരു ശിഷ്യനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എങ്ങനെയുണ്ട് ശിഷ്യന്മാരൊക്കെ? ഒരുപാട് പേരുണ്ടോ? ഉണ്ട്. എന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ 1-2 പേര് ഗൾഫിലുണ്ട്. ശരിക്കും പണി പഠിച്ചവരാണ്. അവര് ഈ മേഖലയിൽ നിന്ന് പോയി അവിടെ വേറെ രീതിയിൽ പോയി അവനെല്ലാം പണി പഠിച്ചു. പിന്നെ പെരിങ്ങര ഒരാളുണ്ട്, നാലുവടി ഉണ്ട്, പിന്നെ നാലുവടി 2 പേരുണ്ട്, പിന്നെ ചെങ്ങന്നൂരപ്പുറത്ത് ഒരാളുണ്ട്. അവരെല്ലാം നമുക്ക് കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് നമുക്കുള്ള പണി അവർക്കുള്ള പണി അവർക്ക് കിട്ടുന്നുണ്ട്, എനിക്കുള്ള പണി എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഡെയിലി വണ്ടി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? ഡെയിലി വണ്ടി കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഈ വിന്റേജ് ബൈക്ക് ഇപ്പോഴത്തെ ബൈക്കും തമ്മിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതിനെയാ? എനിക്ക് പഴയ വിന്റേജ് വണ്ടിയോടാണ് താല്പര്യം. പഴയ മോഡൽ വണ്ടിയോടാണ് താല്പര്യം. പുതിയ മോഡൽ വണ്ടി എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ വണ്ടിയാണ്, ഹൈ സ്പീഡ് വണ്ടിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ പവർ കൂടുതലാണ് വണ്ടി. പക്ഷെ ആക്സിഡന്റ് കൂടുതൽ, പിള്ളേർ ശ്രദ്ധ കുറവ്, ഒത്തിരി കാര്യങ്ങൾ. ഏറ്റവും പഴയ മോഡൽ ബുള്ളറ്റിന്റെ ഉള്ള ഏറ്റവും വിശേഷം എന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക്. അതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടാ വണ്ടി തിരിക്കുന്നത്, ആ റൈറ്റിലാണ് കാല്, ആ സൈഡിലാണ് കാല് വേണ്ടത് അല്ലേ? നമ്മൾ റൈറ്റ് ആയിട്ടാണ്, ലെഫ്റ്റോടല്ല തിരിക്കുന്നത്, റൈറ്റിലാണ്. ആ റൈറ്റിൽ തിരിക്കുമ്പോൾ നമ്മുടെ കാല് ലെഫ്റ്റ് ബ്രേക്കേ വേണം. പക്ഷെ ഇപ്പൊ ഘടകം പോയി, ഇപ്പം തിരിഞ്ഞ് ബ്രേക്ക് എല്ലാം തിരിഞ്ഞു പോയി, ഉൾട്ടായാകുമ്പോൾ നമുക്ക് ആ രീതിയിൽ തിരിക്കാനൊക്കത്തില്ല. ഏരിയ കൂടുതൽ വേണം. ഇതെന്ന് പറഞ്ഞാൽ കറക്കി എടുക്കുക. അതെ. പിന്നെ മകൻ റോണ് ഈ ഫീൽഡിലാണ്. എന്റെ മോൻ കൊച്ചുനാളിലെ മുതലേ ഇതിനോട് കമ്പം ഉണ്ടായിരുന്നു. പിന്നെ അവന് എപ്പോഴും ഞാൻ വണ്ടി കൊണ്ടുവെക്കുമ്പോൾ അത് അഴിച്ചു നോക്കും, ഇത് അഴിച്ചു നോക്കും. അങ്ങനെ കുഞ്ഞുനാളിലെ മുതലേ ചെറുതിലേ മുതലേ അവന് നല്ല ഇതിനോട് വലിയ താല്പര്യമായിരുന്നു. പിന്നെ ഞാൻ ഇതിനോട് എതിർപ്പ് കാണിക്കാൻ പറ്റില്ല. അവന് പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് പറഞ്ഞു. അവനെ ആ ഒരു രീതിയിൽ വിട്ടു. ദൈവം തമ്പുരാൻ അതിനുള്ള അവസരം തന്നു.
അവനിപ്പോൾ ബുള്ളറ്റ് പണിയും എൻ്റെ ഒരു എൻ്റെ ശിഷ്യനല്ല, എൻ്റെ മോനാണ് എന്ന് വരി തന്നെ ശിഷ്യനേക്കാളും വലിയൊരു ശിഷ്യനായിരിക്കുകയാണ് എൻ്റെ പുത്രൻ. അച്ഛൻ ശിഷ്യത്വം നൽകിയതല്ലേ? ആന്നാന്ന്. അപ്പൊ പിന്നെ മോശമാവില്ലല്ലോ. ഇല്ല, മോശം. പിന്നെ ബുള്ളറ്റിനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ളവർ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഒരുപാട് പേര്, ഒരു 10 വണ്ടി പോയി കഴിഞ്ഞാൽ അത് 8 എണ്ണം ബുള്ളറ്റാണ് ഇപ്പം ഓടി കാണുന്നു. അതെ അതെ. അപ്പൊ അതിൽ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളോട് എന്തോ അവർക്കൊരു ഇപ്പോഴത്തെ തലമുറ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് സഡൻ ആക്ഷനാണ്. പിള്ളേർക്ക് എത്രയും പിടിയുന്ന എവിടെയെങ്കിലും പോയി ചെന്ന് പറ്റുക. അവര് ബ്ലോക്ക് നോക്കുന്നില്ല, മറ്റുള്ള സിഗ്നൽ നോക്കുന്നില്ല, ഇതൊന്നും നോക്കുന്നില്ല. അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെയ്യില്ല. പക്ഷെ ഒത്തിരി ബലഹീനതയത്. ബലഹീനത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും സ്പീഡ് കൂട്ടി പോകുന്നു അത്രയും ബ്ലോക്കിലേ നമ്മൾ പേടത്തുള്ളൂ. നമ്മളൊരു 40, 50, 60 കിലോമീറ്റർ സ്പീഡിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്ലോക്കും ഉണ്ടാകത്തില്ല. മാത്രമല്ല നമുക്ക് ടെൻഷൻ ഇല്ല. ബ്രേക്ക് ചവിട്ടിയാൽ കറക്റ്റ് കിട്ടും. ഇത് ചെലവെന്ന് ബ്രേക്ക് ചെലവ്, ഇഞ്ചിന് കേട്, പിന്നെ ഒത്തിരി പ്രോബ്ലംസ്, പാർട്സിനെല്ലാം തേയ്മാനം കൂടുതലല്ലേ ഉണ്ടാവുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ ഈ 66 മോഡൽ ഈ വണ്ടി 35,000 കിലോമീറ്റർ ആയി ചെയിൻ സ്പോക്കറ്റും. ഒറ്റ വണ്ടിക്ക് നിൽക്കത്തില്ല. ഇപ്പോഴത്തെ പുതിയ മോഡലിലെ വണ്ടിക്ക് 10,000 കിലോമീറ്റർ ചെയിൻ സ്പോക്കറ്റും മാറും. 10,000 തന്നെ പോകുന്ന കഷ്ടിയാ. കാരണം നമ്മളത് കറക്റ്റായിട്ട്, അതായത് ഹൈ സ്പീഡ് ഇഞ്ചിനും സ്ലോ സ്പീഡ് ഇഞ്ചിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതാണ്. ഇവനാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും കൊണ്ടുപോകാം, സ്ലോ ഇപ്പം എല്ലാം പോകാം. പക്ഷെ അവന്റെ ഇതെന്ന് പറഞ്ഞാൽ അതല്ല, അവന്റെ സിസ്റ്റം അതല്ല. അവനെന്ന് പറഞ്ഞാൽ സ്പീഡ് 60 കുറഞ്ഞാൽ വണ്ടി ഇടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ചെയിൻ സ്പോക്കറ്റുകളാണ്. അതിന്റെ ബാധക പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ രീതി ഏതാണ്. നമുക്ക് പുതിയ വണ്ടിയോട് പണിയുന്നുണ്ടെന്നില്ല, പക്ഷെ എനിക്ക് എപ്പോഴും ആ ഒരു രീതിയല്ല വണ്ടിയുടെ അല്ല. ഇപ്പോൾ നമ്മളോട് ഇത്രയും നല്ലൊരു വീഡിയോ നമുക്കും നല്ലൊരു അറിവ് പകർന്നു തന്നതിനും ഒത്തിരി നന്ദി. നമസ്കാരം.